നമസ്കാരം, ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഭഗവാൻ കൃഷ്ണനോടുള്ള നിഷ്കളങ്ക ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് പൂന്താനം നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെയും ഭഗവാന് അദ്ദേഹത്തോടുള്ള വാത്സല്യത്തിൻ്റെയും കഥകൾ ചരിത്രരേഖകളിൽ ഉടനീളം കാണാൻ സാധിക്കുന്നതാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും പൂന്താനം നമ്പൂതിരിയും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് പ്രതിഭകളാണ്. മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും രചിച്ചത് ഭഗവാൻ കൃഷ്ണന്റെ മുന്നിൽ വെച്ചാണെന്നുള്ളതും സുപരിചിതം. വേദഭാഷയിൽ ജ്ഞാനമില്ലാതിരുന്ന പൂന്താനം എല്ലാവർക്കും മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിലാണ് ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത്. പരമാർത്ഥമായ ജീവിത സത്യങ്ങളാണ് ശ്ലോകരൂപത്തിൽ പൂന്താനം വർണ്ണിച്ചിരിക്കുന്നത്. അത്രയും തന്നെ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു കൃതിയാണ് സന്താനഗോപാലം പാന. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ് പൂന്താനം ജനിച്ചത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതനായ അദ്ദേഹത്തിന് ഏറെക്കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു കുട്ടി ജനിക്കുകയുണ്ടായി. കുഞ്ഞിൻ്റെ ചോറൂണ് ദിവസം കുട്ടി മരണപ്പെട്ടു. നടന്ന അത്യാഹിതം പൂന്താനത്തെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. സങ്കടത്തിൽ മുങ്ങിയ പൂന്താനം ഗുരുവായൂരിൽ ചെന്ന് ഭഗവാനോട് സങ്കടം പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് സന്താനഗോപാലം പാന എഴുതിയത്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന മേൽപ്പത്തൂരിനോട് തൻ്റെ പാനയൊന്ന് വായിച്ച് തെറ്റുതിരുത്തി കൊടുക്കാമോ എന്ന് പൂന്താനം ചോദിക്കുകയുണ്ടായി. തൻ്റെ പാണ്ഡിത്യത്തിൽ ഗർവ് കൊണ്ടിരുന്ന മേൽപ്പത്തൂർ പൂന്താനത്തെ പരിഹസിക്കുകയും പാന നോക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. മേൽപ്പത്തൂരിൻ്റെ ഈ അഹങ്കാരം ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് നടന്നതിനാൽ മേൽപ്പത്തൂരിൻ്റെ ഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഇഷ്ടമെന്ന് അശരീരി ഉണ്ടാവുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്താപം തോന്നിയ മേൽപ്പത്തൂർ ദുഃഖിതനായിരുന്ന പൂന്താനത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പാന തിരുത്തി കൊടുക്കുകയും ചെയ്തു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട നാൾ മുതൽ ഗുരുവായൂരിൽ തങ്ങിയിരുന്ന പൂന്താനം അവിടെ നടക്കുന്ന ഭാഗവത പാരായണങ്ങൾ എല്ലാം ശ്രവിക്കുകയും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ വർണ്ണിക്കാൻ പഠിക്കുകയും ചെയ്തു. ഭാഗവതം വായിക്കുമ്പോൾ കൂടെയിരുന്ന് കഥകൾ വിസ്തരിക്കാൻ തുടങ്ങിയ പൂന്താനം പിന്നീട് അതിൽ പ്രശസ്തനാവുകയും ചെയ്തു. എല്ലാവരാലും ആദരണീയനായി തീർന്ന പൂന്താനത്തിന് ഗുരുവായൂരിൽ നടന്നു പോരുന്ന അന്നദാനത്തിന് പ്രധാന സ്ഥലത്ത് ഇരിക്കാനുള്ള സമ്മതം സ്വമേധയാ വന്നു ഭവിച്ചു. അങ്ങനെ ഒരു ദിവസം പൂന്താനം എന്നത്തെയും പോലെ പ്രധാന സ്ഥാനത്ത് ചെന്നിരിക്കുകയും മറ്റൊരു വിശിഷ്ടാതിഥി ഉള്ളതിനാൽ പൂന്താനം ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്നും കൊടുക്കാതിരുന്നതിനാൽ വലിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന അഭിമാനക്ഷതത്തിൽ ദുഃഖിതനായി നിന്ന പൂന്താനത്തെ തേടി വന്ന ഭഗവാന്റെ അരുളിപ്പാട് ഇതായിരുന്നു: ഇനി ഒരു നിമിഷം പോലും പൂന്താനം അവിടെ നിൽക്കേണ്ടതില്ലെന്നും അദ്ദേഹത്തെ കാണണമെന്ന് തോന്നുമ്പോൾ ഇല്ലത്തെത്തിക്കോളാം എന്നുമാണ് പറഞ്ഞത്. ഇത് കേട്ടയുടൻ തന്നെ പൂന്താനം ഇല്ലത്തേക്ക് മടങ്ങി. ഇല്ലത്തെത്തിയ പൂന്താനം ഭഗവാനെ കണ്ടാൽ മാത്രമേ ജലപാനം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരിപ്പായി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ വാമഭാഗത്തായി ഭഗവാൻ ഇരിക്കുന്നത് പൂന്താനം കണ്ടത്. ഭഗവാനെ കണ്ട സ്ഥലത്ത് പൂന്താനം ക്ഷേത്രം പണിയുകയും മുടങ്ങാതെ പൂജാതി കർമ്മങ്ങൾ നടത്തി പോരുകയും ചെയ്തു. കുട്ടികളില്ലാതിരുന്ന പൂന്താനത്തിന് ഭഗവാന്റെ കൃപയാൽ സന്താനലബ്ധി പ്രാപ്തമാവുകയും ഇക്കാലം കൊണ്ട് തന്നെ പൂന്താനം സംസ്കൃതത്തിൽ കവിത എഴുതുവാനുള്ള പ്രാവണ്യം നേടുകയും ചെയ്തു. പൂന്താനം നമ്പൂതിരിയെ പോലെ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച മറ്റൊരു വ്യക്തി ചരിത്ര താളുകളിൽ കാണുമോ എന്നുള്ളതും സംശയം തന്നെയാണ്.